റംബൂട്ടാന്റെ കായ്കൾ കൊഴിഞ്ഞു പോകുന്നത് 4 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് റംബൂട്ടാന് നൽകേണ്ട വളപ്രയോഗം തന്നെയാണ്. ഒന്നാമത്തെ വർഷം റംബൂട്ടാന് നമ്മൾ 5 കിലോയോളം ജൈവ കമ്പോസ്റ്റ് വളങ്ങളാണ് നൽകേണ്ടത്. അത് രണ്ടാമത്തെ വർഷം ആകുമ്പോഴേക്കും 10 കിലോയായിട്ട് മാറുന്നുണ്ട്. 250 ഗ്രാം NPK വളങ്ങളും അതോടൊപ്പം തന്നെ 3 ഗ്രാം മൈക്രോ ന്യൂട്രിയൻസും നമ്മൾ ഓരോ വർഷവും ഓരോ ചെടികൾക്ക് നൽകേണ്ടതാണ്. നമ്മൾ കൃത്യമായ രീതിയിൽ റംബൂട്ടാന് വളപ്രയോഗം ചെയ്യേണ്ടതാണ്. കാരണം ഇപ്പോഴുള്ളതെല്ലാം ഹൈബ്രിഡ് ചെടികളൊക്കെയാണ്. നന്നായിട്ട് വളം കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് കായ്ക്കുകയും ആ കായകളൊക്കെ നമുക്ക് പഴങ്ങളായിട്ട് കിട്ടത്തുള്ളൂ. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് മണ്ണിൽ നമുക്ക് ബോറോൺ എന്ന് പറയുന്ന ഒരു മൂലകത്തിന്റെ അഭാവം മൂലം പഴച്ചെടികളിൽ എല്ലാം ആയിരിക്കുന്ന കായ്കളൊക്കെ പഴങ്ങളാകാതെ കൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ബോറോണിന്റെ അഭാവം നമുക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ കായ്കളൊക്കെ നമുക്ക് പഴമായിട്ട് കിട്ടുന്നതാണ്. മൂന്നാമത്തെ കാരണം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മണ്ണിലുണ്ടായിരിക്കുന്ന pHന്റെ അളവ് വ്യത്യാസം വരുന്നത് മൂലം കായ്കൾ കൊഴിഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തിയില്ല എന്നുണ്ടെങ്കിൽ മണ്ണിന് ചെടികൾക്ക് നന്നായിട്ട് മണ്ണിൽ നിന്നും ആവശ്യമായ മൂലകങ്ങൾ വലിച്ചെടുക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ pH ലെവല് നമുക്ക് ഡോളോമേറ്റ് ഒക്കെ ചേർത്തുകൊണ്ട് pH ലെവല് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമാവും. നാലാമത്തെ കാരണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പെട്ടെന്നുണ്ടായ കാലാവസ്ഥയിലെ വ്യതിയാനം ചെടികളെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചെടികളിൽ ഉണ്ടായിരിക്കുന്ന കായ്കളൊക്കെ കൊഴിഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. പെട്ടെന്ന് കാലാവസ്ഥ വ്യതിയാനം വന്ന സമയത്ത് വലിയ കാറ്റോ മഴയോ ഒന്നും ഈ ഒരു പ്ലാന്റിന് താങ്ങാനായിട്ടുള്ള ശേഷിയില്ല. അതുകൊണ്ടാണ് കായ്കളൊക്കെ ഇത്രയും കൊഴിഞ്ഞു പോയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ റംബൂട്ടാനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ റംബൂട്ടാൻ കായ്കൾ കൊഴിഞ്ഞു പോയ ഒരു കുറേ ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ കാരണങ്ങളൊക്കെയും ഒന്ന് മനസ്സിൽ വെച്ച് കഴിഞ്ഞിട്ട് ഇനിയുള്ള വർഷം നമ്മൾ ഈ വേണ്ട നല്ല രീതിയിൽ നമ്മൾ സംരക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത വർഷം നമുക്ക് അയക്കുന്ന കായ്കളൊക്കെയും റംബൂട്ടാൻ പഴമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്.